ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് അവിടെ കാണിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. റവയും മുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഞാൻ തയ്യാറാക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. മാത്രമല്ല ഇത് കുറച്ച് ദിവസം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് ആദ്യം ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/3 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. അപ്പോഴും അത്യാവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 250 ml കപ്പിലാണ് ഞാൻ റവ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി കുറവാണ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റവ അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം കേട്ടോ. പാൽപ്പൊടി ഞാൻ 2 പാക്കറ്റ് പാൽപ്പൊടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 10 രൂപയുടെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ ഇത് അമൂല്യയുടെ 2 പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏത് പാൽപ്പൊടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ 1/2 ടീസ്പൂണ് ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ പാൽപ്പൊടി ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പാൽപ്പൊടി ഉണ്ടെങ്കിലാണ് നമുക്കത് പിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൽ വേറെ പൊടി ഐറ്റംസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. ഇതിന് ചെറിയൊരു കളർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വിസ്ക് മാറ്റിയിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ കിട്ടണം കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഉണ്ടാക്കാൻ കിട്ടണം. അതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ഉണ്ടകളാക്കുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ പണിയാവും. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയാൽ മതി. അപ്പൊ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടെ. ഞാനിവിടെ ഓയിലാണ് തയ്യാറാക്കുന്നത്. എണ്ണ കുറച്ചൊന്ന് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകൂട്ടാ. ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ടീസ്പൂൺ വെച്ചിട്ട് വേണം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഇത് കളറൊക്കെ മാറി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. റവയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടത്. ഇത് കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും കേട്ടോ. നമുക്ക് പുറത്ത് വെച്ചാലും കേടൊന്നും വരില്ല. കുറച്ച് ദിവസം പുറത്ത് വെച്ചിട്ട് തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ക്രഞ്ചിയാണ്, സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മളെ വെട്ട് കേക്കിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് ആണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് റവയും മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചത്. ഈ പലഹാരത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്